നമസ്കാരം. ധനുഷ് ബേസിക് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 5 ശനിയാഴ്ച നടന്ന LDC എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. വയനാട്, എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് നടന്ന LDCയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. കാറ്റഗറി കോഡ് എന്ന് പറഞ്ഞിരുന്നത് 503/2023 ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 133/2024 ആണ്. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രഞ്ച് വിപ്ലവ ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3യും ശരിയായവയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 and 3 ശരിയായവയാണ്. നെക്സ്റ്റ് വൺ, ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മഹാരാജ കേരളവർമ്മ. മഹാരാജ കേരളവർമ്മ. ആൻസർ ഓപ്ഷൻ സി, മഹാരാജ കേരളവർമ്മ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം 4ഉം ശരിയല്ലാത്തവയാണ്. 1ഉം 3ഉം 4ഉം ശരിയല്ലാത്തവയാണ്. നെക്സ്റ്റ് വൺ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയായതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയായതാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ അതാണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ആൻസർ ഓപ്ഷൻ എ ആണ്. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം? ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻസാറ്റ് 3DS. ഓപ്ഷൻ എ, ഇൻസാറ്റ് 3DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ടെലസ്കോപ്പ്. ഓപ്ഷൻ എ, ടെലസ്കോപ്പ് ആണ്. ഓപ്ഷൻ എ, ടെലസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോണ്ടൂർ. ഓപ്ഷൻ എ, കോണ്ടൂർ രേഖ. ഓപ്ഷൻ എ, കോണ്ടൂർ രേഖ. ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നീലഗിരി കുന്ന്. ഓപ്ഷൻ ഡി, നീലഗിരി കുന്ന്. നെക്സ്റ്റ് വൺ, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കൊൽക്കത്ത. ഓപ്ഷൻ സി, കൊൽക്കത്ത. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ആൻസർ ഓപ്ഷൻ എ, ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മനു ഭഗാർ. ഓപ്ഷൻ ഡി, മനു ഭഗാർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2 ആണ്. ഓപ്ഷൻ എ, 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി, നീതി ആയോഗ്. ഓപ്ഷൻ ബി, നീതി ആയോഗ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ്? ആൻസർ
ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതല്ല? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 2. 1, 2, 3. 1, 2, 3. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ എ 1-ാം സ്ഥാനം. ആൻസർ ഓപ്ഷൻ എ 1-ാം സ്ഥാനം. നെക്സ്റ്റ് വൺ, 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അരവിന്ദ് പനഗാരിയ. അരവിന്ദ് പനഗാരിയ. ഓപ്ഷൻ സി അരവിന്ദ് പനഗാരിയ. നെക്സ്റ്റ് വൺ, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 312. ആർട്ടിക്കിൾ 312. നെക്സ്റ്റ് വൺ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ ഓപ്ഷൻ എ 7-ാമത്തെ പട്ടികയിൽ. ആൻസർ ഓപ്ഷൻ എ 7-ാമത്തെ പട്ടികയിൽ. ആൻസർ ഓപ്ഷൻ എ 7-ാമത്തെ പട്ടികയിൽ. അടുത്തത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 1, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. 62 വയസ്സ് വിരമിക്കൽ പ്രായമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു. ഇതിൽ ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. നെക്സ്റ്റ് വൺ, താഴ്ത്തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? താഴ്ത്തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് നരേന്ദ്ര മോഡി. ഓപ്ഷൻ എ ആണ് ആൻസർ നരേന്ദ്ര മോഡി. നെക്സ്റ്റ് വൺ, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ശ്രീ കിഷോർ മക്വാന. ശ്രീ കിഷോർ മക്വാന. ഓപ്ഷൻ സി ശ്രീ കിഷോർ മക്വാന. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പത്മ രാമചന്ദ്രൻ. ഓപ്ഷൻ ബി ആണ് പത്മ രാമചന്ദ്രൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ 309-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരള ഗവൺമെൻറ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരള ഗവൺമെൻറ്. ഓപ്ഷൻ ഡി കേരള ഗവൺമെൻറ്.
നെക്സ്റ്റ് വൺ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തണ്ണീർ തടങ്ങൾ. ഓപ്ഷൻ സി ആണ്, തണ്ണീർ തടങ്ങൾ. നെക്സ്റ്റ് വൺ, വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷാബാനു കേസ്. ഓപ്ഷൻ സി ആണ്, ഷാബാനു കേസ്. ഓപ്ഷൻ സി, ഷാബാനു കേസ്. നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് വൺ, സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാതോർത്ത് പദ്ധതി. ഓപ്ഷൻ എ ആണ് ആൻസർ, കാതോർത്ത് പദ്ധതി. കാതോർത്ത് പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പി സതീദേവി. ആൻസർ ഓപ്ഷൻ സി, പി സതീദേവി. നെക്സ്റ്റ്, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയല്ലാത്തവയാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ശരിയായ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം ശരിയായതാണ്. എ നിശാന്തത, ഡി റിക്കറ്റ്സ്. നെക്സ്റ്റ് വൺ, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കാരണമായ രോഗാണു ഏതാണ്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് വൈറസ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 4 മാത്രം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. നെക്സ്റ്റ് വൺ, ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ആൻസർ ഓപ്ഷൻ ഡി, 2 മാത്രം. ഓപ്ഷൻ ഡി, 2 മാത്രം. വരൾച്ച. ഓപ്ഷൻ ഡി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ആൻസർ ഓപ്ഷൻ എ, 2ാമത്തത്. IIT ബോംബെ. 2ാമത്തത് IIT ബോംബെ. ഓപ്ഷൻ എ. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദതരംഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്?
ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻഫ്രാസൗണ്ട്. ഓപ്ഷൻ ബി ആണ് ഇൻഫ്രാസൗണ്ട്. ഓപ്ഷൻ ബി ആണ് ഇൻഫ്രാസൗണ്ട്. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. ആൻസർ ഓപ്ഷൻ എ ആണ് ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. നെക്സ്റ്റ് വൺ, 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരെല്ലാം? 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ എൽ ഹുലിയർ. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, രാജസ്ഥാനിലെ ജോഗാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ്? രാജസ്ഥാനിലെ ജോഗാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലിഥിയം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഫോർമിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഫോർമിക് ആസിഡ്. നെക്സ്റ്റ് വൺ, രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. ഓപ്ഷൻ സി 7.4. ഓപ്ഷൻ സി 7.4. താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഐസ് ഉരുകുന്നു, മെഴുകുതിരുകുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, മുട്ട തിളയ്ക്കുന്നത്. രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. 3ഉം 4ഉമാണ് രാസമാറ്റം സംഭവിക്കുന്നു. നെക്സ്റ്റ് വൺ, ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം. ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം. നെക്സ്റ്റ് വൺ, താഴ്ത്തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏതാണ്? താഴ്ത്തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മുടിയേറ്റ്. നെക്സ്റ്റ് വൺ, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ ഓപ്ഷൻ സി അഭിനവ ബിന്ദ്ര. ഓപ്ഷൻ സി അഭിനവ ബിന്ദ്ര. നെക്സ്റ്റ്, നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ? ആൻസർ ഓപ്ഷൻ ഡി പി സി ഗോപാലൻ. ഓപ്ഷൻ ഡി പി സി ഗോപാലൻ. നെക്സ്റ്റ് വൺ, തന്നതില്ല പരനുള്ള കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷയിത പൂർണ്ണമിങ്ങഹോ വന്നു പോവും പിഴയുമർത്ഥ ശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ നിന്നും ശരിയുത്തരം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് കുമാരനാശാൻ നളിനി. കുമാരനാശാൻ നളിനി. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1998. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി പാർവതി ബറുവ. പാർവതി ബറുവ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കെ രാധാകൃഷ്ണൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. 66A ആശയവിനിമയ സേവനങ്ങളിലൂടെ
അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് NIC. ഓപ്ഷൻ ഡി ആണ് NIC. നെക്സ്റ്റ്, IoT എന്നത് എന്താണ്? IoT എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ഇവിടെ കൊടുക്കുന്നു, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് MS Excel. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓപ്ഷൻ ഡി ആണ്. ഇനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞപ്പോൾ അല്ലേ എന്തെങ്കിലും ഒരു തോന്നാം. നല്ല കമൻസാണ് നമുക്ക് അംഗീകരിക്കുക അല്ലേ. ബാഡ് കമൻസ് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, എന്നാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെക്സ്റ്റ് വൺ, ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. നെക്സ്റ്റ് വൺ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ ഏതൊക്കെയാണ്? ഗാർഹിക പീഡന നിരോധന പ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാൻ ഉത്തരവുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3, 4 ഇവയെല്ലാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസിഡൻറ്റ്. ഓപ്ഷൻ സി പ്രസിഡൻ്റാണ്. ഓപ്ഷൻ സി പ്രസിഡൻ്റാണ്. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതാണ്? പുതുതായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4 ഇവയെല്ലാം അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. ശരിയല്ലാത്തവ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് എസ് മണികുമാർ. നെക്സ്റ്റ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഏതാണ്? ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു ചതുരവും സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണെങ്കിൽ വശത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 50 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ് 50 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വൺ, ഗാന്ധിജിക്ക് 30% ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? അല്ലേ, ഗാന്ധി ജയന്തിയും എന്ത് വ്യത്യാസമുണ്ടല്ലേ, രണ്ടും ഒന്ന് തന്നെയാണല്ലേ. ഗാന്ധി ജനിക്കുന്നു, ഗാന്ധിജി. ഓക്കെ, ഗാന്ധി ജയന്തിക്ക് 30%. അതിൻ്റെ ആൻസർ 22ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 5000. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, അച്ചുവിൻ്റെ വീടിൻ്റെ ചുമര് തേക്കുന്നത് സിമൻറ്റ് മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമൻറ്റ് വാങ്ങി എത്ര ചാക്ക് മണൽ വാങ്ങണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 225. ഓപ്ഷൻ ഡി ആണ് 225. ഓക്കെ, നെക്സ്റ്റ്, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 76 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്ററായി എങ്കിൽ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 8. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം?
എത്ര സമയം വേണമെങ്കിൽ തെറ്റെഴുതൽ അല്ലേ? 5040. എത്ര സമയം വേണം? ആൻസർ ഓപ്ഷൻ എ ആണ് 6 മണിക്കൂർ. ഓപ്ഷൻ എ ആണ് 6 മണിക്കൂർ. നെക്സ്റ്റ് വൺ, രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാവും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 19. ഓപ്ഷൻ എ ആണ് 19. നെക്സ്റ്റ് വൺ, 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഡാഷ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി ആണ് വ്യാഴം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത പദം കണ്ടെത്തുക. BEGGMORUW അല്ലേ? ഇതിൽ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ZCF ആണ് വന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, AX സഹോദരി XYയുടെ മകളും XYZൻ്റെ മകളുമാണെങ്കിൽ എയുടെ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അമ്മമ്മ. നെക്സ്റ്റ്, ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് 65. നെക്സ്റ്റ് വൺ, നെയ്തർ മിസ്റ്റർ ഗുപ്താസ് സൺ നോർ ഹിസ് ഡോട്ടർ ഡാഷ് ടു ദി ജിം റെഗുലർലി. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗോസ്. ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി. ആൻസർ ഓപ്ഷൻ ബി ആണ് വുഡ് അറ്റൻഡ്. ഡാഷ് ബോയ്സ് ഹു ടോക്ക്ഡ് ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു ബി മൈ ഓൾഡ് നെയ്ബേഴ്സ് സൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ. നെക്സ്റ്റ്, ഐ വുഡ് റാദർ ഹാവ് ടീ ഡാഷ് കോഫി. ആൻസർ ഓപ്ഷൻ എ ദാൻ. നെക്സ്റ്റ് വൺ, ഐ ആം ഓൾഡർ ദാൻ യു. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആറിൻ്റെ ഐ. നെക്സ്റ്റ് വൺ, ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹർ ഓൾഡർ ബ്രദർ. ആൻസർ ഓപ്ഷൻ എ ആണ് ലുക്സ് അപ്പ് ടു. നെക്സ്റ്റ് വൺ, Diana's shoes were the perfect dash to her entire outfit. Answer option B ആണ് compliment. The company gives bonus to its employees only dash because the management is not very generous. Answer option C, once in a blue moon. Next one, substitute. The underlined phrase with a suitable word from the following. Answer option D ആണ് atheist. Which of the following has the same meaning as complete? Answer option C, whole. ശരിയായ വാക്യം ഏതാണ്? ആൻസർ 91 ഓപ്ഷൻ സി. ശരിയല്ലാത്ത ഭൂരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. മകൾ എന്നർത്ഥമുള്ള പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. രവം വിരുദ്ധം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 95 ആൻസർ ഓപ്ഷൻ ബി. 96 ആൻസർ ഓപ്ഷൻ ഡി. 97 ആൻസർ ഓപ്ഷൻ ബി. 98 ആൻസർ ഓപ്ഷൻ എ. 99 ആൻസർ ഓപ്ഷൻ ബി. Next one, 100 answer option D. Thank you for watching. Okay, thank you.